ദുരൂഹതയുണ്ടോയെന്ന് ചോദിച്ചാൽ ദുരൂഹതയേ ഉള്ളൂ ആകെ. കാരണം ഈ സന ബസ് ഇന്നും ഇന്നലെയും ഈ പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തിയതല്ല. ഇത് തികച്ചും വ്യക്തിഹത്യയും വ്യക്തിപരവും എന്റെ രാഷ്ട്രീയവും എല്ലാം മുതലെടുത്തുകൊണ്ട് എന്നെ നശിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം. കോഴിക്കോട് പാലക്കാട് റോഡിലോടുന്ന സന ലിമിറ്റഡ് ബസ് കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് നിന്ന് കത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ഒരു വിഷയത്തിലെ യാഥാർത്ഥ്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി സന ബസ് ഉടമ അലനല്ലൂർ സ്വദേശി യൂനുസ് നമ്മളോടൊപ്പമുണ്ട്. ബസ്സിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇക്കാലയളവിലുള്ള സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് വരുന്നൊരു സമയം കൂടിയാണല്ലോ. ഒരുപാട് വിമർശനങ്ങളുണ്ട്. രാഷ്ട്രീയക്കാരും പൊതുജനങ്ങളൊക്കെ ബസ്സിനെതിരെയും സ്റ്റാഫിനെതിരെയും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സമയത്ത് ഇത്തരം ഒരു അപകടം നടന്നതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയുക വെച്ചാൽ ദുരൂഹതയുണ്ടോയെന്ന് ചോദിച്ചാൽ ദുരൂഹതയേ ഉള്ളൂ ആകെ. കാരണം ഈ സന ബസ് ഇന്നും ഇന്നലെയും ഈ പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തിയതല്ല. ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഏകദേശം 2000-ന്റെ മുകളിൽ 95-96 മുതൽ ഞങ്ങൾക്ക് ഇവിടെ ബസ് സർവീസ് ഉണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഏകദേശം ഇപ്പോൾ ഒരു വർഷം 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കെതിരെ വേട്ടയാടലാണ്. ഇതെന്താണ് ഇതിൻ്റെ ബാക്കിലുള്ളതെന്ന് ആർക്കും അന്വേഷിച്ചാൽ കിട്ടാവുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ നിങ്ങൾ ചാനലിലേക്ക് തന്നെ അറിയാം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ഒരു പ്രമുഖ പാർട്ടിയുടെ നേതാവ് അദ്ദേഹത്തിന് എന്താണ് വൈരാഗ്യം എന്ന് ആദ്യം അന്വേഷിക്കണം. അതന്വേഷിച്ചാൽ ഇതിൻ്റെ ഏകദേശം ചുരുളയും. ഒരു ബന്ധപ്പെട്ട പാർട്ടിയുടെ ഒരു ജില്ലാ നേതാവാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ട് ആളുകളെ പ്രകോപനപരമായ രീതിയിൽ ആളുകളെ പേടിപ്പിക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇടുകയും ഈ വാഹനം അപകടത്തിൽപ്പെട്ട അതേ സമയത്ത് തന്നെ ഇദ്ദേഹം വാഹനം അപകടത്തിൽപ്പെട്ടു എന്നുള്ള ഒരു സന്തോഷ വാർത്തയും കൂടി ജനങ്ങളെ അറിയിക്കുകയാണ്. പക്ഷേ ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വ്യക്തിവൈരാഗ്യങ്ങളും രാഷ്ട്രീയ വൈരാഗ്യങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ജനങ്ങൾ യാത്ര ചെയ്യണ സാധാരണക്കാരൻ്റെ ഏറ്റവും ചിലവ് കുറഞ്ഞ യാത്രാമാർഗം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ പ്രസ്ഥാനം അതാണല്ലോ, അത് പ്രസ്ഥാനം നശിപ്പിക്കുന്നതിലൂടെ ഞാൻ കീഴടങ്ങുമല്ലോ, അതാണ് അവരുടെ ഉദ്ദേശം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ അപകടം എൻ്റെ ബലമായ സംശയം ഒരു മാനിപ്പുലേഷനാണ്. ഇത് മാനിപ്പുലേറ്റ് ചെയ്യാണ്ട് ഇത് എൻ്റെ പെരടി കെട്ടിവെക്കുക. കാരണം ഇതിൽ ആളുകൾ വല്ലതും മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ പെരടിയിൽ കെട്ടിവെച്ച് എന്നെ അപായപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇതിൽ നടക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമായും വരുന്ന വിമർശനങ്ങളിൽ ബസ്സിലെ സ്റ്റാഫിനെതിരെയാണ്. അലക്ഷ്യമായി വാഹനം ഓടിക്കുന്നു, അപകടം വരുത്തുന്ന രീതിയിലുള്ള ഡ്രൈവിംഗ് ഉൾപ്പെടെയുള്ള ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. അതിൽ മാനേജ്മെന്റ് എന്തെങ്കിലും പങ്കുണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് മാത്രമല്ല, സ്വന്തം വാഹനം അപകടത്തിൽപ്പെട്ടുകൊണ്ട് ഒരു ഉടമക്കും അതൊരു ലാഭം ഉണ്ടാവില്ല, അത് മാത്രമല്ല നഷ്ടം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ സ്റ്റാഫുകളുടെ പേരിൽ ഞങ്ങൾ ആരെ പേരിലാണെങ്കിലും ഞങ്ങൾ മുഖം നോക്കാതെ നടപടിക്കുന്നുണ്ട്. അത് ഞങ്ങൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ നിന്നല്ല, മൊത്തം റോഡുകളുടെ അവസ്ഥ അറിയാം, ഈ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന്റെ അവസ്ഥകൾ അറിയാം. ഇത്രയും വണ്ടികൾ ഓടിയിട്ട് ഈ ഞങ്ങളെ മാത്രം മുൾമുനിയിൽ നിർത്തിയാണ്. ഈ അടുത്തായിട്ടാണ് ഇങ്ങനെ വളരെയധികം സോഷ്യൽ മീഡിയ ആക്രമിക്കുന്നത്. ബസ്സുമായിട്ടുള്ള വിരോധമോ ബസ്സുമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ല. ഇത് തികച്ചും വ്യക്തിഹത്യയും വ്യക്തിപരവും എന്റെ രാഷ്ട്രീയവും എല്ലാം മുതലെടുത്തുകൊണ്ട് എന്നെ നശിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം. അത് മാത്രമാണ് ഇതിന്റെ ബാക്കിൽ നിന്നുള്ള എനിക്ക് 100% ഉറപ്പാണ്. സമൂഹ മാധ്യമങ്ങളിലെ വാർത്തകളിൽ ഒരു അപകടം നടന്ന വാർത്തയായിട്ട് പോലും അതിനിടയിൽ വരുന്ന കമന്റ് കംപ്ലീറ്റ് നെഗറ്റീവ് ആണ്. ഒക്കെ നിങ്ങൾക്ക് എതിരായ കമന്റ്സ് ആണ് കൂടുതൽ വരുന്നത്. അത് നിങ്ങളെ സംഘം ചേർന്ന് ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ്. അത് ആ കമന്റ് വായിച്ചാൽ അറിയാം. ആ കമന്റ് ഇടുന്നവന്റെ ഹെഡിങ് ഉണ്ടല്ലോ, ആ ഹെഡിങ് വായിച്ചാൽ തന്നെ അതിന് വ്യക്തമാണ്. ഇത്ര കാലം ഇല്ലാത്തൊരു വിഷയം ഇപ്പോ എങ്ങനെ എനിക്കിതിങ്ങനെ ശത്രുക്കളായി. അത് മാത്രം നിങ്ങൾക്ക് ആ കമന്റിന്റെ തലക്കെട്ടുണ്ടല്ലോ, അവന്റെ DP നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ കൊലവിളി നടത്തിയവർക്കെതിരെ ഞാൻ അതിന് ഒരു പരാതി കൊടുക്കാൻ പോവാണ്. കാരണം ഇങ്ങനെ എന്നോട് വ്യക്തിപരമായിട്ട് ദേഷ്യമുണ്ടോ അത് എന്നെ തീർത്തോട്ടെ. പക്ഷെ പൊതുജനങ്ങൾ യാത്ര ചെയ്യുന്ന എന്റെ ഒരു ബിസിനസ് തകർക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ ഈ കൊലവിളി നടത്തിയ നേതാവിന്റെ പേരിൽ ശക്തമായ നടപടി എടുക്കണമെന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. ശക്തമായ നടപടിക്ക് പോയിട്ടില്ലെങ്കിൽ അത് വലിയൊരു ചർച്ചാ വിഷയമാവുകയും ചെയ്യും. അതിന്റെ പുറകിൽ വലിയ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ എനിക്കിതിൽ പറയാനുള്ളത്. കാരണം ജനങ്ങളെ വെച്ച് പന്താടുന്ന ഒരു സമീപനത്തോട് ആർക്കും യോജിപ്പില്ലാതെ മാത്രമല്ല, അത് എന്തായാലും ബഹുമാനപ്പെട്ട സർക്കാർ അതിന് നല്ലൊരു നടപടി ഉണ്ടാവുമെന്നാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഫോറൻസിക്കിന്റെ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ജനങ്ങളെ ഒരിക്കലും അപകടപ്പെടുത്തിക്കാണ്ട് എന്നെ നശിപ്പിക്കാന്ന് കരുതുന്നവർക്ക് തെറ്റി. അത് ഓരോക്കെപ്പോഴും വിഡ്ഢികൾ സ്വർഗത്തിലാ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പോലീസിന്റെ നടപടി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോറൻസിക് പരിശോധിക്കുന്നുണ്ട്. അതിന് പോലീസ് ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന് കഴിയോ, എനിക്ക് ഇത് ഈ സമഗ്രമായ അന്വേഷണം കഴിയാണ് എനിക്ക് കൊണ്ടുവരുന്നത്. ഇത് എന്നെ ഈ അപകടം ഉണ്ടാക്കിയിട്ട് എന്നെ ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശമായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നടത്തുന്നു. പല അപകടങ്ങളും കാറ് കൊണ്ട് മുന്നിൽ കൊണ്ടുപോയി ചവിട്ടി കഴിയുമ്പോൾ ഡ്രൈവറെ കൺട്രോൾ പോകും. അപ്പൊ എവിടെയും പോയി അടിക്കും. അപ്പൊ അതൊരു വാർത്തയൊക്കെ അതിന് ഒരുമ്പിട്ട് ഇറങ്ങിയവര് അതാരാണെങ്കിലും
ഞാൻ മുഖം നോക്കുന്നു, അവരുടെ പേര് ശക്തമായ നടപടിയാണ്. അത് ഇവിടുത്തെ പൊതുസഞ്ചാരികൾ എന്നെ മാത്രം നിലക്ക് നിർത്തിയിട്ട് കാര്യമില്ല, ബാക്കിയുള്ളവരും കൂടെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ ഇവിടെ വൻ അപകടങ്ങളും വൻ പ്രശ്നങ്ങളും ഉണ്ടാവും. ഈ ഒരു വലിയ അപകടത്തിന് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ഈ ഒരു വിഷയത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കാനുള്ള കാരണമായിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ ഇദ്ദേഹത്തിന് അർഹമായ നീതി ലഭിക്കുമെന്നാണ് ഇദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. മികവിന്റെ 36 വർഷം. ഈ വർഷം പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വദേശത്തും വിദേശത്തുമായി ജോലി നൽകി കഴിഞ്ഞു. ആഗ്രഹിച്ച ജോലി നിങ്ങൾക്കും നേടാം. NTC ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ. ഗവൺമെന്റ് അംഗീകൃത ടെക്നിക്കൽ കോഴ്സുകൾ: ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, AC and refrigeration, സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഗവൺമെന്റ് അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സുകൾ: ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, CCTV and മൊബൈൽ ടെക്നീഷ്യൻ, PGDCA, DCA, പ്രീ പ്രൈമറി TTC, മോണ്ടിസോറി TTC, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്. കമ്പനി സർട്ടിഫൈഡ് കോഴ്സസ് ടാലി, GST, SAP. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി ബന്ധപ്പെടുക. NTC ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ, മലപ്പുറം, ചെറുപ്പുളശ്ശേരി, പട്ടാമ്പി, പരപ്പനങ്ങാടി. ഫോൺ 9847740103.